സുമിത്രയും ലക്ഷ്മണനും. പിതാവിൻ്റെ വാക്ക് പാലിക്കാൻ ശ്രീരാമനും സീതയും ലക്ഷ്മണനും വനവാസത്തിനായി പുറപ്പെടുന്നതിന് മുമ്പ് ലക്ഷ്മണൻ തൻ്റെ മാതാവായ സുമിത്രയുടെ അനുഗ്രഹം വാങ്ങിക്കാനായി ചെല്ലുകയുണ്ടായി. തന്നെ നമസ്കരിച്ച് രാമൻ്റെ കൂടെ വനത്തിൽ പോകാൻ തയ്യാറായ മകനെ അനുഗ്രഹിച്ചുകൊണ്ട് സുമിത്ര ഒരു ഉപദേശം കൊടുത്തു. അതിങ്ങനെയാണ്: പ്രിയ ലക്ഷ്മണ, 14 വർഷം വനത്തിൽ താമസിക്കുവാൻ പോകുന്ന നീ എപ്പോഴും മനസ്സിൽ വയ്ക്കേണ്ടതാണ് ഞാൻ പറയുന്നത്. ശ്രീരാമനെ പിതാവായിട്ടും സീതാദേവിയെ ഞാനായിട്ടും വനം അയോധ്യ ആയിട്ടും കാണുക. മകനെ, സസുഖം പോയി വരിക. അമ്മയുടെ ഈ ഉപദേശം പൂർണ്ണമായും പാലിക്കാമെന്ന് പറഞ്ഞ് ലക്ഷ്മണൻ ശ്രീരാമൻ്റെ കൂടെ വനവാസത്തിനായി പോകുന്നു. കാലങ്ങൾ കടന്നു. കിഷ്കിന്ധയിൽ സുഗ്രീവ സഖ്യം നടന്നു. ഒരു നാൾ സുഗ്രീവൻ ഒരു സ്വർണ്ണാഭരണ പൊതി വിമാനത്തിൽ നിന്ന് സ്ത്രീ എറിഞ്ഞതാണ് എന്ന് പറഞ്ഞ് ശ്രീരാമനെ ഏൽപ്പിച്ചു. പൊതി തുറന്നപ്പോൾ സീതയുടെ ആഭരണങ്ങൾ. ശ്രീരാമന് ഇത് കണ്ടപ്പോൾ ബോധക്കേടുണ്ടായി. കാരണം രാക്ഷസന്മാരെന്തായാലും സീതയെ കൊന്നു തിന്നു കാണും. ആഭരണം അവർ കളഞ്ഞതാകാം. ബോധം തെളിഞ്ഞ് കുറേ കരഞ്ഞ ശേഷം ഓരോ ആഭരണവും എടുത്തു കാണിച്ച്, ലക്ഷ്മണ, ഈ കുണ്ടലങ്ങൾ, കൈവളകൾ സീതയുടേതല്ലേ എന്ന് ചോദിച്ചു. എനിക്കറിയില്ല എന്നായിരുന്നു ലക്ഷ്മണന്റെ മറുപടി. നിരാശപ്പെട്ട് ഒടുവിൽ സ്വർണ്ണ നോപുരം കാണിച്ചു. അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ഈ നോപുരം അമ്മയുടേതാണ്. കാരണം നിത്യവും അമ്മയുടെ പാദത്തിൽ ഞാൻ തലവച്ച് നമസ്കരിക്കുമ്പോൾ നോപുരങ്ങൾ കണ്ടിട്ടുണ്ട്. മറ്റൊന്നും എനിക്കറിയില്ല. കാരണം സുമിത്രയുടെ ഉപദേശം അതേപടി പാലിച്ചു ലക്ഷ്മണൻ. നാഹം ജാനാമി കുണ്ടലേ നാഹം ജാനാമി കേയൂരേ നോപുരേ ത്വഭിജാനാമി നിത്യം പാദാഭിവന്ദനാത്.